എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന നഗരസഭാ ചെയർമാൻ ശ്രീ KP മുഹമ്മദ് കുട്ടി സാഹിബ് അവർകൾ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി സുലൈഖ കാലടി അവർകൾ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലേഴ്സ്, ICDS സൂപ്പർവൈസർ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, കുട്ടികളെ, 2023-24 വാർഷികത്തിലെ അംഗനവാടി കലോത്സവം വളരെ മനോഹരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രസംഗത്തിന് ഒരു പ്രസക്തി ഇല്ലെന്നറിയാം. കാരണം എല്ലാ മക്കളും അവർക്കുള്ള ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കളിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അതിനുപരി ഇപ്പോഴത്തെ ചൂട് കാരണം എല്ലാവരും ക്ഷീണിക്കും. അപ്പം നമുക്ക് വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്ക് പരിപാടികൾ അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കാതെ ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കുന്നതാണ്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നഗരസഭാ ചെയർമാൻ ശ്രീ KP മുഹമ്മദ് കുട്ടി സാഹിബ് അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ ശ്രീമതി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി സുലൈഖ കാലടി അവർകളെ സ്വാഗതം ചെയ്യുന്നു. നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഇഖ്ബാൽ കലിക്കൽ അവർകൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CP ഇസ്മായിൽ സാഹിബ് അവർകൾ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി CP സുഹറാബി അവർകൾ, അതിലുപരി ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയായിക്കൊണ്ട് നിന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലേഴ്സ്, അതോടൊപ്പം എല്ലാ കാര്യവും വിളിച്ച് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗൈഡായി നിന്നുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ICDS സൂപ്പർവൈസർ, അതിലുപരി ഈ പരിപാടിയിലേക്ക് ഓരോ പിഞ്ചു മക്കളെയും അണിയിച്ചൊരുക്കി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ള അംഗനവാടി ടീച്ചേഴ്സ്, 48 അംഗനവാടികളിലെയും ടീച്ചേഴ്സ്, ഹെൽപ്പർമാര് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ മക്കളെയും കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ രക്ഷിതാക്കളെ കൂടാതെ വല്യപ്പമാരും വല്യമ്മമാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പേരക്കുട്ടികളുടെ ഈ പരിപാടി, കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി സുലൈഖ കാലടി അവർകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ചെയർമാൻ KP മുഹമ്മദ് കുട്ടി സാഹിബ് അവർകൾ, മറ്റ് വേദിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, അംഗനവാടി വർക്കേഴ്സ്, അതിലുപരി നമ്മുടെ ICDS സൂപ്പർവൈസർ, നമ്മുടെ പ്രിയങ്കരിയായ മക്കളെ, നമുക്ക് പ്രസംഗത്തിനല്ല പ്രസക്തി. ഇവിടെ ഒരുപാട് പിഞ്ചു മക്കളെ കളിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. അവരെ നോട്ട്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി മുൻതൂക്കം കൊടുക്കണം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. ഈ 48 അംഗനവാടിയിൽ നിന്നുമുള്ള കുട്ടികൾ ഓരോ പരിപാടി അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് പരിപാടിയായിട്ടുണ്ട്. അപ്പോൾ 2-3 പരിപാടി നമ്മളെ പിഞ്ചാമനകൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചെയർമാനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയായ അധ്യക്ഷ, ഞങ്ങളുടെ ബഹുമാന്യരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രിയപ്പെട്ട ഇഖ്ബാൽ, CP സുബ്ര, പ്രിയപ്പെട്ട മറ്റ് കൗൺസിലർമാർ, സഹോദരിമാർ, ടീച്ചർമാർ, വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടെ കൂടി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ക്ഷേമകാര്യ ചെയർപേഴ്സൺ സോണ സമർപ്പിച്ചതുപോലെ ഈ പരിപാടിയുടെ ഏറ്റവും സജീവ സാന്നിധ്യം അറിയിക്കുന്ന CDS ചെയർപേഴ്സൺ
ഊർജ ഉൾക്കൊള്ളുന്ന ഈ കാർമ്മികത്വം വഹിക്കുന്ന ഈ പദ്ധതിയുടെ പരിപാലനയുടെ വക്താക്കൾ, പ്രിയപ്പെട്ട അമ്മമാരും ടീച്ചർമാരും സഹായികളുമായിട്ടുള്ള രക്ഷാകർത്താക്കൾ, മറ്റ് പൊതു സുഹൃത്തുക്കൾ, ആവേശകരമായ ഒരു പരിപാടി ഇത്രയേറെ ആസ്വാദനപരമായി ഞാനൊരു 9:30 മണി മുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി തുടങ്ങി ഹൃദ്യമായ, വശ്യമായ, അതിശയകരമായൊരു പരിപാടി. നമ്മളൊരുപാട് പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. ഭിന്നശേഷി കലോത്സവം, വയോവൃദ്ധ കലോത്സവം, യുവജന കലോത്സവം, ആശാ വർക്കേഴ്സിൻ്റെ, കുടുംബശ്രീകളുടെ ഒരുപാട് പരിപാടികൾ ഞങ്ങളുടെ സഭയിലുണ്ട്. പക്ഷേ അഭിനയിക്കാതെ തനി ജീവിച്ച് കാണിച്ചു തന്ന പദ്ധതി പരിപാടികളാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയത്. പൈതമ്മക്കൾ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കളങ്കമറിയാത്ത നിഷ്കളങ്കരായ കുട്ടികളെ പഠിപ്പിച്ചെടുത്ത ടീച്ചർമാർ, അവരോടൊപ്പമുള്ള ആ പ്രദേശത്തെ സഹകാരികൾ, ഇവരൊക്കെ കൂടി നേടിയെടുത്ത ഒരു കലോത്സവമാണ് ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. ആവേശം അരങ്ങ് തകർക്കുകയാണ്, ജ്വലിച്ചു നിൽക്കുകയാണ് അവരുടെ പരിപാടികൾ. ആസ്വദിക്കാനും അത് കണ്ടിരിക്കാനും എന്തുമാത്രം ഹൃദയത്തുടിപ്പുകളുമായാണ് രക്ഷിതാക്കളായ വനിതകൾ, സഹോദരിമാരോട് എത്തിച്ചേർന്നത്. എല്ലാവർക്കും ഈ ഹൃദ്യമായ ചോദ്യത്തിലേക്ക് പ്രത്യേകമായി നഗരസഭ സ്വാഗതം ചെയ്യുകയാണ്. നഗരസഭയുടെ കണ്ണിനുണ്ണികളായി ഈ അംഗനവാടികൾ പ്രവർത്തിച്ചു വരികയാണ്. അംഗനവാടി നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയല്ല. ഒരു സ്കൂളിലെ PTA പോലെ അതിനേക്കാളെ സൂക്ഷ്മ പുലർത്തുന്ന ഒന്നാണ് അംഗനവാടി. അംഗനവാടികളുടെ യശസ് ഉയർത്തിയത് നഗരസഭ വളരെ പ്രത്യേക പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുകയാണ്. നഗരസഭ എല്ലാ അംഗനവാടികളിലും പതാക ഉയർത്തുന്ന ചടങ്ങിലേക്ക്, അതിൻ്റെ വിരുന്നൊക്കെ ചടങ്ങിലേക്ക്, അംഗനവാടിയുടെ നിരന്തരമായ സമ്പർക്ക പരിപാടികളിൽ ഞങ്ങളുടെ ബഹുമാന്യരായ കൗൺസിലർമാരെ ഞാൻ പ്രത്യേകം ആദരിക്കുകയാണ്. അവർ ആ അംഗനവാടികൾ നിത്യസന്ദർശകരെ പോലും പങ്കെടുക്കുകയാണ്. അതിന് പരിസരത്തുള്ള കുടുംബക്കാർ, അയൽവാസികൾ, അയൽപക്ക വീടുകൾ, നഗരസഭയുടെ അംഗനവാടികൾ സജീവമായ സാന്നിധ്യമായി മാറുകയാണ്. മനോഹരമായ കെട്ടിടങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അംഗനവാടികൾ സത്യത്തിൽ ഒരു മിനി താജ്മഹലിനെ പോലെ മനോഹരമായി ഇരിക്കുകയാണ്. കുട്ടികൾക്ക് കിടക്കാൻ നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ, നല്ല വിരിപ്പുകൾ, നല്ല ടൈലുകൾ, നല്ല മാർബിളുകൾ, കുട്ടികൾ വിശ്രമിക്കാനൊക്കെ. അതുപോലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ എത്രമാത്രം ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമാണ്. അങ്ങനെ കൃത്യമായി ആരോഗ്യപരമായ സൂക്ഷ്മതയോടെ നല്ല പോഷകാംശ ഭക്ഷണം നൽകി കുട്ടികളെ പരിപാലിച്ച് പോറ്റുന്ന ഒരു മഹൽ സംരംഭമാണ്. അതുകൊണ്ട് എത്ര ആദരിച്ചാലും ഈ ടീച്ചർമാരെയും അവർക്കുള്ള സഹായികളെയും നമുക്ക് മതി വരികയില്ല. ഈ സദുദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മഹത്തായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിൽ അറിയിക്കുന്നു. നന്ദി. ജയ്. ആശംസ അറിയിക്കുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സ്, വർക്കേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. രാവിലെ മുതൽ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ കുട്ടികൾ നിറഞ്ഞാടുകയാണ്. വളരെ മനോഹരമായ ഡ്രസ്സ് ഇടുന്നതിന് വേണ്ടി അവർ ഒരുക്കി ഇങ്ങോട്ട് അയക്കുന്നതിന് വേണ്ടി ഇവിടെ അവർ അനുഗമിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, വർക്കേഴ്സ്, അതുപോലെ തന്നെ അംഗൻവാടി വെൽഫെയർ സപ്പോർട്ടിംഗ് കമ്മിറ്റി, അങ്ങനെ എല്ലാവരും ഇവിടെയുണ്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ കലാവിരുന്ന് കാണുന്നതിന് വേണ്ടിയാണ്. ഈ പരിപാടിയുടെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ചടങ്ങ് വെച്ചിട്ടുള്ളത്. ഈ മഹത്തായ ഈ പരിപാടിക്ക്, ഈ ഉത്സവത്തിന് ഇന്ന് കഴിയും വരെ നിങ്ങളെല്ലാവരുടെയും സഹായ സാന്നിധ്യ സമർപ്പണം ഇവിടെ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുരുന്നുകൾക്ക് ഒരു പ്രോത്സാഹനമായി നമ്മൾ കൂടെ ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ആശംസ അറിയിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ഇസ്മായിൽ. ഹലോ, ബഹുമാനീയയായ ഈ പരിപാടിയുടെ അധ്യക്ഷ, നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലടി അവർ, പ്രിയങ്കരനായ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ
നഗരസഭയുടെ ചെയർമാൻ പ്രിയപ്പെട്ട KP മുഹമ്മദ് കുട്ടി സാഹിബ് അവർകൾ, വേദിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രിയപ്പെട്ട കൗൺസിലർമാർ, ഈ പരിപാടി വീക്ഷിക്കുന്നതിന് എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അംഗൻവാടികളിലെ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, അവരുടെ അധ്യാപകർ, അതുപോലെ തന്നെ മറ്റു ICDSൻ്റെ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെയും ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നഗരസഭയുടെ ഒരു പരിപാടി എന്നുള്ള നിലക്ക് നമുക്കിതിൻ്റെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് ഇതിൻ്റെ അനിവാര്യമായ ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ അരമണിക്കൂറിനുള്ളിൽ മാത്രം അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഈ ഉദ്ഘാടന സെഷൻ ഞങ്ങൾ മാറ്റിയെടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള അംഗൻവാടി കലോത്സവത്തിൻ്റെ ഭാഗമായി 2023-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയ ഈ കലോത്സവം ഈ വർഷവും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ വളരെ വിപുലമായി തന്നെയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ഒരു ഉത്സവ ദിനമാണ്, ഒരു പിറന്നാൾ ദിനം പോലെയാണ് അവർ ഇന്ന് ആചരിക്കപ്പെടുന്നത്. ദിവസങ്ങളായി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലകൾ ഇവിടെ അവതരിപ്പിക്കാനുള്ള ഒരു സുവർണാവസരം അവർക്ക് ലഭ്യമായത് തീർത്തും അത് പൂർണ്ണ തോതിൽ അവരത് ഉപയോഗപ്പെടുത്തുന്നതും അത് കാണാനും രസിക്കാനും തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച ഒട്ടേറെ വ്യക്തിത്വങ്ങൾ, നഗരസഭാ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മറ്റു സാമൂഹ്യ സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പരിപാടിയുടെ വിജയത്തിനുമായിട്ട് നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള അധികമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂറ BCP. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ചെയർമാൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, തിരൂരങ്ങാടി നഗരസഭ അംഗൻവാടി കലോത്സവം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിച്ച അംഗൻവാടി കലോത്സവമാണ് ഇവിടെ ഒരു ഉത്സവ ഛായയിൽ നടന്നു പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നഗരസഭയിലെ 48 അംഗനവാടികളിൽ നിന്നുള്ള ഏകദേശം 600-ൽ പരം കലാപ്രതിഭകളാണ് ഇന്ന് ഈ സ്റ്റേജിൽ മാറ്റുരയ്ക്കുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ ഈ ദിവസത്തിൽ മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ വേറൊരു പരിപാടി നടക്കാനുള്ളത് കൊണ്ട് വേഗം തന്നെ ഇവിടുന്ന് ഓഡിറ്റോറിയം ഒഴിവാക്കി കൊടുക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ സൂപ്പർവൈസറുടെയും അതുപോലെ അംഗൻവാടി വർക്കേഴ്സിൻ്റെയും അറിവിലേക്കായി പറയുകയാണ്, ടൈറ്റ് ഷെഡ്യൂൾ ആയിക്കൊണ്ട് തന്നെ ഈ പരിപാടി നടക്കേണ്ടതുണ്ട്. അതിന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ നഗരസഭ ഭരണസമിതിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളരെ വിപുലമായിട്ട് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചെങ്കിലും നമുക്ക് നോമ്പിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെയുള്ള ഒരു സമയമല്ലാതെ, ഒരു ഡേറ്റ് അല്ലാതെ ഇല്ലാത്തത് കാരണമാണ്. ഏതായാലും ഈ പരിപാടിയുടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് വ്യക്തിത്വങ്ങൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസിക പിന്തുണയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഈ പരിപാടി ഇത്രയും വിപുലമായിട്ട് ഇവിടെ നടത്താൻ സാധിച്ചത്. അതിനെ തുടർന്നും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ അവസാനം വരെ ഈ ഒരു സഹകരണം ഉണ്ടാവണമെന്നും, അതുപോലെ തന്നെ കുടുംബശ്രീ, ആശ, ട്രോമ കെയർ, മറ്റു സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അംഗൻവാടി വർക്കേഴ്സ്, ഹെൽപ്പേഴ്സ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവരുടെയും നിസ്സീമമായ പരിശ്രമം കൊണ്ട് തന്നെയാണ് കുട്ടികളുടെ ഈ രീതിയിൽ കുട്ടികളെ അണിയിച്ചൊരുക്കാൻ സാധിച്ചത്. ഈ അവസരത്തിൽ എല്ലാവരെയും ഈ വൈകിയ വേളയിൽ തിരൂരങ്ങാടി നഗരസഭയ്ക്ക് വേണ്ടി മുക്തകണ്ഠ അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തത് ഈ പരിപാടിയിലേക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ICDS സൂപ്പർവൈസർ ജലജ മാഡത്തെ.
എല്ലാവർക്കും നമസ്കാരം. തിരൂരങ്ങാടി നഗരസഭയുടെ 2023-24 സാമ്പത്തിക വർഷത്തിലെ അങ്കണവാടി കലോത്സവമായിട്ടുള്ള ചിരിക്കിലുക്കമാണ് ഇവിടെ നാം അരങ്ങേറിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഉദ്ഘാടന സെഷനിൽ എനിക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ളത്. പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചിട്ടുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം കൈവരിച്ച ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, അതുപോലെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള നഗരസഭയുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെയർമാൻ, ആശംസകൾ അറിയിപ്പിച്ച വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മറ്റ് വാർഡ് കൗൺസിലേഴ്സ്, കുടുംബശ്രീ ആശാ വർക്കേഴ്സ്, അങ്കണവാടി ടീച്ചേഴ്സ്, അതുപോലെ ഹെൽപ്പേഴ്സ്, എൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ICDS സൂപ്പർവൈസർ രജിത, ഒപ്പം നല്ലവരായ അങ്കണവാടിയിലെ നാട്ടുകാരെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ഒപ്പം ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനായി നഗരസഭയിൽ ആകെ വകയിരുത്തിയിട്ടുണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് 15,000 രൂപ മാത്രമായിരുന്നു. നമ്മുടെ കൗൺസിലേഴ്സിൻ്റെയും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും ഇടപെടലോടുകൂടി മാത്രമാണ്, സഹകരണത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഇത്രയും ഭംഗിയായ രീതിയിൽ ഈ ഒരു ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ പരിപാടി അരങ്ങേറ്റത്തിനും അതുപോലെ തന്നെ അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പരിപാടിക്ക് അകമഴിഞ്ഞ് സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിച്ചുകൊള്ളു.